പഴയ ടെൻഷൻ നിന്നൊക്കെ മാറി വന്ന് ഭയങ്കര ബുദ്ധിമുട്ടില്ല വന്നപ്പോൾ ഞാൻ ചടച്ച് എന്താ അന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളെ മാനസികാവസ്ഥ എന്തായിരുന്നു? വളരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന്. ഞാനിത് പൊളിച്ചിട്ട് പിന്നെ വേറെ രീതിയിൽ ചെയ്യാനുള്ള രീതിയിലായിരുന്നു ഞാൻ. അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ട് ആക്കിയ ഇല്ലേ? അതായത് മൊത്തത്തില് മാനസികമായിട്ട്. ഹായ്, നമസ്കാരമുണ്ട്. വീണ്ടും നമ്മൾ തിരൂര് സുഭാഷ് ചേട്ടനെ കാണാൻ വേണ്ടി വന്നിട്ടാണ്. എന്താ ഇപ്പോഴത്തെ വർത്താനം? കുഴപ്പമില്ല, സുഖമാണ്. ഇപ്പോൾ സുഖമാണ്. ഇപ്പോൾ അന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളെ മാനസികാവസ്ഥ എന്തായിരുന്നു? വളരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന്. ഞാനിത് പൊളിച്ചിട്ട് പിന്നെ വേറെ രീതിയിൽ ചെയ്യാനുള്ള രീതിയിലായിരുന്നു ഞാൻ. അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ട് ആക്കിയ ഇല്ലേ? അതായത് മൊത്തത്തിൽ മാനസികമായിട്ട് തളർന്നു നിൽക്കുകയായിരുന്നു. സുഭാഷ് ചേട്ടൻ അന്ന് നമ്മൾ ശരിക്കും പരിചയപ്പെടുത്തിയിട്ടില്ല. സുഭാഷ് ചേട്ടൻ സെൻട്രിങ്ങിൻ്റെ വർക്കാണ് അല്ലേ? അതെ. എത്ര വർഷമായി ഇപ്പോൾ? ഞാനിപ്പോൾ 27 വർഷത്തോളമായിരുന്നു. 27 വർഷമായിട്ട് സെൻട്രിങ് ജോലി ചെയ്യണ ഒരാൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന വീടാണിത്. ആളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട്, അതായത് ഇന്നേക്കാളും എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഏത് ഈ സെൻട്രിങ് ജോലിയിൽ. ഇപ്പം നമ്മളിങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മെയിൻ സ്ലാബ് ചെയ്യാന്ന് പറയുന്നതാണ് ശരിക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കല്ല് വെച്ച് പഠിക്കാൻ പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. അത് ലെവലും ഇതും ക്ലിയർ ആവാൻ മാത്രമാണ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? സാധാരണ ഒരാൾക്ക് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിത്തൂടെ? പക്ഷെ പഠിക്കുന്ന ഒരാൾക്ക് സെൻട്രിങ് ജോലി ചെയ്യാൻ പറ്റുമോ? പാടല്ലേ? അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊരു വീട് സ്വന്തമായിട്ട് വെച്ചപ്പോൾ ഇതിപ്പോൾ അന്നിപ്പോൾ നമ്മളിപ്പോൾ ഒരു മാസമൊക്കെ 1.5 മാസമൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ വീട് ഞങ്ങളെ വീട് തീരുന്ന പോലെ സ്പീഡിൽ തീരാത്തതിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സുഭാഷായിട്ട് ഒറ്റയ്ക്ക് ചെയ്യണ പണിയാണ്. അതായത് നിങ്ങളും ആരെ പിന്നെ ഉണ്ടാവുക, ഒരു സഹായത്തിന് ഒരാളും. അതായത് ഇത് നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റായി വീട് വരുന്നത്? 700 അടുത്തോ. 700 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്. ആൾക്ക് നമ്മളെ വീഡിയോ കണ്ടിട്ടല്ലേ നിങ്ങൾ ഇതിന് ഇൻസ്പിറേഷൻ ആയത്? അതെ, എനിക്ക് ആദ്യം ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മളെ വീഡിയോ കിട്ടിയിട്ട് ആൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഒരു ലെയർ എത്തിയപ്പോഴാണ് ആളെ എല്ലാവരും പാടെ കൂടിയിട്ട് തളർത്തിയത്. അതായത് മാനസികമായിട്ട് തളർത്തുക എന്ന് പറയില്ലേ. അപ്പോൾ ആ സമയത്താണ് മൂപ്പര് ഞങ്ങളെ വിളിച്ചിട്ട് നിങ്ങളൊന്നിങ്ങനെ വരുമോ, ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. സാധാരണ ശരിക്ക് ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യാമെന്നറിയോ? ഇപ്പോൾ ഞാനിപ്പോൾ വന്നു, വേറൊരാളാണെങ്കിൽ ഇപ്പോൾ എന്താ വിചാരിക്കുക വെച്ചാൽ ഈ ബിസിനസ് മൈൻഡിൽ നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്നാൽ ഓനൊന്ന് പെടട്ടെ, ഞാനിപ്പോൾ എന്തിനാണ് നോക്കണേ, നമ്മളെ വീഡിയോ കണ്ടിട്ട് ചെയ്താലേ ഓനൊന്ന് പെടട്ടെ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയണങ്ങൾ കേട്ടിട്ടില്ലേ, ഇതേപോലെ ആൾക്കാർ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇതേ തുടങ്ങിയെന്ന് പറയാൻ കാരണം ഇത് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്. ഞാനീ പറയണത് എനിക്ക് പണി കിട്ടാനെന്നല്ല, എനിക്ക് നിങ്ങൾ ആരും പണി തരണ്ട ഉള്ള കാര്യം പറയാലോ. എൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് ഇതേ രീതിയിൽ ചെയ്യാൻ അത്ര ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മൾ ഒരുപാട് വിളിക്കുന്നുണ്ട്. അടുത്ത കൊല്ലം 6-ാം മാസം വരെ ഞങ്ങൾക്ക് ബുക്കിംഗാണ്. ഞങ്ങൾക്കൊരു പണി തരാനായിട്ട് നിങ്ങളാരും ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് നല്ല വർക്കുണ്ട്. ഇത് ചെയ്യാൻ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് കാണിച്ചു കൊടുക്കുമ്പോൾ നോർമൽ രീതിയിൽ ചെയ്യുമ്പോൾ അതിനുണ്ടാവണേക്കാളും ബലം കൂടുതൽ നിങ്ങളിതിലാണ് കിട്ടുക. അപ്പോൾ അതന്നെ നോക്കി നോക്കൂ. ആ കല്ല് കോർണറിൽ കാണിക്കുമ്പോൾ ഇത്രയും ദിവസത്തെ മഴ കൊണ്ടിട്ടല്ല കല്ലുമ്മ ഇങ്ങനെ പൂപ്പൽ പിടിച്ചിരിക്കണത്. ഇതിപ്പോൾ ഇതിങ്ങോട്ടും കാണിക്കേ, ഇതോടെ ഫിനിഷിംഗ് ഒന്ന് കാണിച്ചു കൊടുക്കേ. ഇതിപ്പോൾ എത്ര ദിവസമായി നിങ്ങളെ മഴയും വെയിലും കൊണ്ട് കിടക്കണം? ആൾക്കാർ പിന്നെ എന്നോട് ചോദിക്കുകയും ഈ കമ്പി നിങ്ങൾ ചുമരിൽ എത്ര കമ്പി ഇടുന്നത് ഒന്നും കൂടി തിരിക്കാം ആ വീട്ടിലേക്ക് വീണ്ടും. അവിടെ ബ്രിക്സ് കൊണ്ട് കെട്ടീനുണ്ടോ കിച്ചൻ്റെ അവിടെ ബ്രിക്സ്, അതൊന്ന് സൂം ചെയ്തെടുത്താൽ കണ്ടില്ലേ? നോർമൽ നമ്മളെ നാട്ടിൽ വീട് വയ്ക്കണത് ഇവിടെയൊക്കെ ചെങ്കല്ലാണ്, കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ബ്രിക്സിലാണ്. ആ ബ്രിക്സിലൊരു കട്ട കെട്ടിയിട്ട് ഇതേപോലെ ലിൻഡൽ ഹൈറ്റ് ആക്കിയിട്ട് ലിൻഡൽ വാർക്കണം. പക്ഷേ ആ ബ്രിക്സിൽ എവിടെ കമ്പിയുള്ളത്? കമ്പി ഉണ്ടോ? അതൊക്കെ പോട്ടെ, ആ ബ്രിക്സിൻ്റെ റേഷ്യോ എന്താണെന്ന് ഈ വീട് വയ്ക്കണം ആർക്കെങ്കിലും അറിയും. അതായത് ആ ബ്രിക്സിൽ ഏത് സിമെൻറ്റ് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന അറിയില്ല. സുഭാഷേട്ട അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് ഇട്ടിട്ടാട്ടോ നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെ അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് ഇട്ടിട്ടാണ് ഈ ചുമര് ഉണ്ടാക്കുന്നത്. നിങ്ങളിതിൻ്റെ ഒരു ഫിനിഷിങ് നോക്കി. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അന്ന് വന്നപ്പോൾ ആളെ തളർത്തിയ ആൾക്കാരോട് വളരെ സഹതാപം തോന്നിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 300 സ്ക്വയർ ഫീറ്റ് മുതൽ 4000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾ ഇപ്പോൾ കമ്മിറ്റ് ആയിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ എല്ലാ വീടിൻ്റെ ചുമരും മാക്സിമം 4 ഇഞ്ചേ ഞാൻ കൊടുക്കാറുള്ളൂ.
പിന്നെ ചില വീടിൻ്റെ ഹാളിൻ്റെയൊക്കെ സ്പേസ് നോക്കിയിട്ടാണ് ഞാൻ ചുമരിൻ്റെ വണ്ണം കൂട്ടുന്നത്. അതിപ്പോൾ 6 ഇഞ്ചാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ വീട് വെറും 750 സ്ക്വയർ ഫീറ്റാണ്. ഇതിൻ്റെ ചുമരിൻ്റെ വണ്ണം കണ്ടോ, ഇത് 6 ഇഞ്ച്. ആൾ കട്ട്ലയും കൊടുത്തിരിക്കുന്നത് 6 ഇഞ്ച്. അതേപോലെ തന്നെ ഇതിൻ്റെ മിഡിലത്തെ ചുമര് അതും 6 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ആ ചുമരും 6 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തിക്നെസ് നോക്കി നോക്കാം അമ്മ, ഇടുക 6 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു വീട് ചെയ്തിട്ട് പിന്നെ ഒരാളെ തളർത്തുക കഴിഞ്ഞാൽ വേറെ എന്താ നമുക്ക് പറയാൻ പറ്റുക. കാരണം ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയണത് ഈയൊരു ഇപ്പം നിങ്ങൾ ഏത് കല്ലിൽ ചെയ്താൽ കിട്ടണേക്കാളും നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളൊന്ന് പേടിച്ചു അല്ലേ. പെട്ടെന്നൊരു ഇന്നോട് അന്ന് വന്നപ്പോൾ ഇത് പൊളിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് അത്രയും ഇതായിരുന്നു ഞാനൊന്ന് പറഞ്ഞു, നിങ്ങൾ ജമ്മുണ്ടെങ്കിൽ ഇത് പൊളിക്കരുതേ, നിങ്ങൾ മുകളിലേക്ക് കയറ്റി നമ്മളെന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ടീമിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വിട്ടുകൊടുത്തിട്ട് ഇതാക്കിയാണ് ഇപ്പോൾ തന്നെ മൂപ്പരിത് നിർത്തിയിരിക്കുന്നത്. ലിൻഡൽ ഹൈറ്റ് ആയി കഴിഞ്ഞാൽ പഞ്ചായത്തിലേക്ക് കൊടുക്കണം അല്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ലിൻഡൽ ഹൈറ്റിൽ നിർത്തിയിരിക്കുന്നത്. അതായത് പഞ്ചായത്തിനൊക്കെ എങ്ങനെയാ വെച്ചാൽ ഓരോ സ്റ്റേജ് വഴിയാണ് പൈസ കിട്ടുക. നമ്മളെ വീടിന് സത്യം പറഞ്ഞ സ്റ്റേജൊന്നുമില്ല. ഇപ്പോൾ ഈ ലിൻഡലും 10 അടി ചുമരും നമ്മൾ ഒറ്റ പൈസ ചെയ്യാറ്, ഒറ്റയടിക്കാണ് വറക്കുക. പിന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ട് എല്ലാ ഇലക്ട്രിക്കൽ പോയിൻ്റ് അത് നമ്മൾ ചെയ്യുന്നേക്കാളും ഒന്നും കൂടി പ്രൊഫഷണൽ അധികമാക്കിയിട്ട് ചെയ്തതിന് കണ്ട. നമ്മളെ ചെക്കന്മാർ ഇതൊന്നും വെക്കാറില്ല. എന്ത് തെർമോക്കോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെന്തേലും നല്ല ഇതൊക്കെ ഉണ്ടൊക്കെയാണ് ഞാൻ പറയണത്. നമുക്കൊരു കോമ്പറ്റേറ്റർ വരണമെന്ന്. ഇത് ഇനി ഇത് ഞാൻ നമ്മളെ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കും, ഇതേപോലെ നിങ്ങൾ വെക്കുകയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും കുത്തിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ സാധാരണ കുത്തേണ്ടി വരലില്ല. എന്നാൽ കൂടി വെക്കാനും കുറച്ച് സുഖമാണ്. അപ്പോൾ ഒരാൾ ഇപ്പം ഞാൻ എല്ലാവരും ഞാനാണ് ഇപ്പോൾ ഇതിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തത്. ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല കേട്ടോ. അതായത് ഇപ്പം ഞാൻ ചെയ്യണ ഒരു രീതിയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പോകേണ്ട ഇത് നല്ലതാണ്. സാധാരണ പ്ലാസ്റ്ററിങ്ങുകാർ ഇലക്ട്രീഷ്യന്മാർ വെക്കാറുണ്ട്. കാരണം അവർ തേക്കുമ്പോൾ ഉള്ളിലേക്കൊന്നും ആവരുതേ വിചാരിച്ചിട്ട് വെക്കാറുണ്ട്. പക്ഷേ ഈ ചുമരുമ്പോൾ ആദ്യം വെക്കണത് ഇപ്പോൾ നമ്മളെ രീതിയിലല്ലേ വേണ്ടുള്ളൂ, കോൺക്രീറ്റിലാകുമ്പോഴേ വേണ്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ആരും എല്ലാം പഠിച്ചു വന്ന ആൾക്കാരൊന്നുമല്ല. ഇപ്പോൾ സുഭാഷ് ചേട്ടൻ്റേതായ ഐഡിയയൊക്കെ അനുസരിച്ചിട്ട് ഇത് ഇനി വികസിപ്പിക്കാം. ഓക്കെ, നമുക്കിതിൽ 2 ബെഡ്റൂം അല്ലേ ഉള്ളത്? 2 ബെഡ്റൂം. ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടല്ലോ. ഇത് എത്ര ഉണ്ട്? 11 13 11 ഉണ്ടോ? 13 11 ഇപ്പം 10 10യും 13 നിങ്ങൾക്ക് നമ്മളെ ഈ രീതിയിൽ ചുമരിക്കൊണ്ട് കിട്ടി. അതെ. ആകെ 750 സ്ക്വയർ ഫീറ്റല്ലേ ഉള്ളൂ. 2 ബെഡ്റൂം നല്ല വലിപ്പം കിട്ടി, ഹാളും നല്ല വലിപ്പം കിട്ടി. അത് മാത്രമല്ല നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളീ ചെയ്തതിലുണ്ടല്ലോ ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഓരോ വീടൊക്കെ പൊളിഞ്ഞാടി പോയി കഴിഞ്ഞാൽ ഞാനും നിങ്ങളും മരിച്ചാലും ഈ വീട് പൊളിക്കാൻ വരണ ഒത്തിരി ബുദ്ധിമുട്ടും. അപ്പം ഇനി ആൾക്കാരടുത്ത് എന്താ പറയുക വെച്ചിട്ടാ, ഇതൊക്കെ പൊളിച്ചിട്ട് ഇപ്പം എന്താ കാട്ടുകയെന്നല്ലേ അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ട്. ഇത് പൊളിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, വേസ്റ്റ് എന്താ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഇനി അടുത്ത ഷീറ്റുകൾ ഉണ്ടാക്കാൻ പോണത് എന്തുകൊണ്ടാണെന്നറിയോ? അതായത് ഇപ്പോൾ സാധാരണ ഞാൻ ഇരുമ്പിൻ്റെ ഷീറ്റ് വെച്ചിട്ടല്ലേ ചെയ്യണത്. ഇപ്പം ഞാൻ പുതിയ ഷീറ്റ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് നമ്മളെ മുട്ടായി കടലാസ് അതിൻ്റെത് ആ സ്ക്രാപ്പിൽ നിന്നുണ്ടാക്കിയ വേസ്റ്റിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ്. അതായത് വാട്ടർ പ്രൂഫാണത്. അത് വെച്ചിട്ടാണ് ഞാൻ അടുത്ത ഷീറ്റ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് ടെക്നോളജി ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കുക. അതായത് ഇരുമ്പിൻ്റെ ഷീറ്റ് ഞാൻ മാറ്റാൻ പോവുക. ഇരുമ്പിൻ്റെ ഷീറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതുണ്ടെങ്കിൽ അതായത് നമ്മൾ എവിടെയാണോ ഇടുന്നത് അവിടെ വൈബ്രേറ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊള്ളപ്പ് വരും. ഇപ്പോൾ നേരെ മറിച്ചിട്ട് ഫ്ലൈവുഡിൻ്റെ ഷീറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വരില്ല. പക്ഷേ ഫ്ലൈവുഡ് നമുക്ക് എന്താ വെച്ചാൽ ഒരിക്കലും മുതലാവണില്ല. ഒരു ഷീറ്റിന് 4500 റുപ്യ വില. ഒരു ഷീറ്റ് കൊണ്ട് ഒരു പണി തന്നെ ഫുള്ള് ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഇത് മുതലാവുക? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തിരഞ്ഞ് ലാസ്റ്റ് കോയമ്പത്തൂർ പോയിട്ട് ആ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതായത് 12 mm ഷീറ്റ്, അത് ഫുള്ള് മുട്ടായിൻ്റെ തൊലി. അത് നിങ്ങൾക്ക് വെള്ളത്തിലിട്ടേക്കാം, തീയിലൂടാം. അത് നീളം വീതിയൊക്കെ 8x4 ഷീറ്റാണ് വരുന്നത്. അത് നമ്മളെ ഷീറ്റിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇരുമ്പിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് മാറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കോൺക്രീറ്റ് ഒരു കാലത്ത് പൊളിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, കോൺക്രീറ്റ് പൊളിക്കാൻ JCB വന്നു കഴിഞ്ഞാൽ ഡ്രില്ല് ചെയ്തിട്ട് സുഖമായിട്ട് പൊളിക്കാം. പിന്നെ ഈ സാധനം തന്നെ ഇപ്പോൾ നമ്മൾ ക്രഷർ വരും. ഏത് ഇപ്പോൾ നമ്മൾ മെറ്റൽ പൊടിക്കണില്ലേ, അന്ന പോലത്തെ ക്രഷർ ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ വരും. ഇപ്പോൾ ഈ റോഡൊക്കെ ഉണ്ടാക്കണ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഫുള്ള് കോൺക്രീറ്റിലാണ്. ഇനിയിപ്പോൾ ഒരു കാലത്തൊക്കെ പൊളിച്ച് നീക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊളിച്ചിട്ട് ഇതേപോലെ ക്രഷറിൽ കൊണ്ടുപോയിട്ട് ക്രഷാക്കിയിട്ട് വീണ്ടും ഈ സാധനം നമുക്ക് എംസാൻഡിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ മെറ്റലിൻ്റെ രൂപത്തിലോ ആക്കിയിട്ട് തിരിച്ചെടുക്കാൻ പറ്റും. ഇതിനൊന്നും കുറിച്ചിട്ട് നമ്മളിപ്പോൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു ജീവിതത്തിൽ ഒരു ചെറിയൊരു വീട് വയ്ക്കണം. അത് നല്ല ഉറപ്പിൽ വയ്ക്കാമല്ലേ, ഭാവിയിൽ മെയിൻ്റനൻസ് ഇല്ലാത്ത രീതിയിൽ. ഇതിൽ നിങ്ങൾക്ക് വെള്ളം ലീക്കും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് അതിൻ്റെ മെയിൻ കാര്യം തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ കണ്ടില്ല, ആ കല്ലുമ്മ തന്നെ ഇത്ര ദിവസം മഴ കൊണ്ടിട്ടാണ് അതുമ്മ പായലും പൂപ്പലും പിടിച്ചിരിക്കണത്.
നിങ്ങളതും അതേപോലെ നിൽക്കുകയല്ലേ, ഇപ്പോഴും ഫ്രഷ് ആയിട്ടല്ലേ കാണുന്നത്. ഇന്നലെ കോൺക്രീറ്റ് ചെയ്ത പോലെയല്ലേ കാണുന്നത്. കാരണം കോൺക്രീറ്റിൻ്റെ സ്ലാബുമ്പോൾ എത്ര മഴ കൊണ്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നിൽക്കും. പിന്നെ വെള്ളം കെട്ടി നിൽക്കണം. നമ്മളെ ടെറസിൻ്റെ മുകളിൽ നിൽക്കണമെങ്കിൽ അപ്പോഴേ ഉള്ളൂ പായലും പൂപ്പലും പിടിക്കുക. എന്തൊക്കെ ആയി കഴിഞ്ഞാലും ഇപ്പോൾ നിങ്ങൾ പഴയ ടെൻഷനിൽ നിന്നൊക്കെ മാറിയില്ലേ? വന്ന് ഭയങ്കര ബുദ്ധിമുട്ടില്ല. നിങ്ങൾ വന്നപ്പോൾ ഞാൻ ചടച്ച് എന്താ അല്ല അന്ന് എല്ലാവരും വിചാരിക്കേണ്ടാവും അന്ന് എന്തുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊരു കണ്ടൻറ്റൊക്കെയാണ്. പക്ഷെ അന്ന് ഞങ്ങളിവിടെ വന്ന ആളെ മാനസികാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. കാരണം എനിക്ക് ആളെ വർക്ക് കണ്ടപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ആളെ ടെൻഷനൊന്നും കാണുമ്പോൾ നമുക്ക് ലാസ്റ്റ് പോകാൻ നേരത്തും ആൾ എന്നോട് ചോദിക്കണേ ഞാൻ ഇത് പൊളിച്ച് കളഞ്ഞിട്ട് കല്ലിൽ ചെയ്യട്ടെ എന്ന് എന്നോട് ചോദിച്ചല്ലേ. ഞാൻ എന്താ പറഞ്ഞു, വേണ്ട നിങ്ങൾ ഇതിൻ്റെ മുകളിൽ തന്നെ കയറ്റി പറഞ്ഞ ആൾക്കാരൊക്കെ തിരുത്തി പറയുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ നമ്മളെ ചാനലിൽ നിന്ന് സപ്പോർട്ട് കിട്ടും. നിങ്ങൾ കമൻറ്റ് വായിച്ചായിരുന്നോ? വായിച്ചായിരുന്നില്ലേ? വായിച്ചായിരുന്നില്ലേ? ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്പോൾ കമന്റ് കൂടുതലുണ്ട്. പിന്നെന്താ വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങളെ അന്നത്തെ വീഡിയോ ഇടുകൊണ്ട് നമ്മൾ പോണ സ്ഥലങ്ങളിൽ അതായത് നമ്മളെ ക്ലയൻസൊക്കെ ചോദിക്കാറുണ്ട് എന്തായി നിങ്ങളെ വീടിൻ്റെ വർക്ക് എന്തായി. അപ്പോഴാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 4 ദിവസം മുന്നേ ചേട്ടാ അതിൻ്റെ ലിൻഡൽ ഉയരായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒന്ന് കോഴിക്കോട് പോകുമ്പോൾ നമ്മുടെ കയറാമെന്ന് പറഞ്ഞത്. കാരണം കയറുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇപ്പം അന്നത്തെ ഇതിനേക്കാളും സൂപ്പറായിരുന്നു. ഇപ്പോൾ ലിൻഡൽ ഹൈറ്റായി. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ എടുത്ത പണി ഒറ്റ സ്റ്റേജും കൂടി എടുത്ത് ഞങ്ങൾ വീട് പണി തീർന്നു അല്ലേ? ഒരു മീറ്ററിൻ്റെ ഒരു ഷീറ്റും കൂടി വെച്ച് ചെയ്ത. പിന്നെ സുഭാഷ് ചേട്ടൻ ഞങ്ങളെ പോലെ ഷീറ്റൊന്നും ഇല്ല കേട്ടോ. അതായത് ഫുള്ള് റെൻറ്റിന് എടുത്തിട്ടല്ലേ ചെയ്യണത്. അതായത് സാധാരണ നമ്മളെ മെയിൻ സ്ലാബിന് ഉപയോഗിക്കുന്ന ഷീറ്റ് റെൻറ്റിന് എടുത്തിട്ടാണ് ആൾ ചെയ്യണത്. ആളെ സുഹൃത്ത് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ അറിയുണ്ടാവും. ഇതൊക്കെ 50-1 മീറ്റർ ഷീറ്റാണ്. അപ്പോൾ ഇതൊരാൾ ചെയ്യണം എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥതയും കുറച്ച് റിസ്ക് എടുക്കാനും റെഡിയാണെന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്തുകൂടെ? ഈ കേരളത്തിൽ എത്ര സെൻട്രിങ് ജോലിക്കാരുണ്ട്, എത്ര എക്സ്പീരിയൻസ് ഉള്ള അവർ വേറൊരാൾക്ക് എടുത്തു കൊടുത്തിട്ട് ബിസിനസ് ചെയ്യണമെന്നൊന്നും നമ്മൾ പറയില്ല. ഈ സെൻട്രിങ് ജോലി ചെയ്യണവനും വീട് വെക്കണത് എങ്ങനെയാണെന്ന് അറിയോ? സാധാരണ കല്ലിൽ. ഇതിലിപ്പോൾ നിങ്ങളൊരു ഹെൽപ്പറെ വിളിച്ച് കഴിഞ്ഞാൽ ആ കൂലി മാത്രമല്ലേ പോകുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് റോ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരു രീതിയിൽ ചെയ്യണ ആ പൈസ തന്നെ വരുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് സ്ട്രോങ്ങിൻ്റെ കാര്യത്തിൽ 30 ആളെ വർക്കായി ഇത്ര ആക്കാൻ 30 ആയിട്ടുള്ളൂ. അല്ല ആളത് നിങ്ങളത് കൂട്ടാണ്ടല്ലേ? എൻ്റെ ഞങ്ങൾക്കൊരു 30-35 ആളെ വർക്കായിട്ട് കേട്ടോളൂ. അതായത് ഇതൊക്കെ സെൻട്രിങ് ജോലി ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഇതെന്തെങ്കിലും ഒരു വീഡിയോ വന്ന് കാണുമ്പോഴേക്ക് തന്നെ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അത് ഏതാണെന്ന് അറിയാണ്ട് ഇങ്ങോട്ട് കയറി മേയണതിന് മുന്നേ ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. സുഖമായിട്ട് സ്ട്രെങ്ത്തും കൂടുതലാണ്. അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചവിട്ടി കാണിച്ചു തന്നാണ് അല്ലേ? ഇനിയിപ്പോൾ ചവിട്ടിയാൽ പോവോ? അല്ല ഇങ്ങനൊരു ചവിട്ട് സാധാ അതിൽ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് എല്ലാവരും പറയും ഇന്ത്യനാണ് ഞാൻ ചവിട്ടിയിട്ട് അതായത് നമ്മൾ ചുറ്റുകൊണ്ട് അടിച്ചപ്പോൾ ഒരുപാട് ഇതുണ്ടായിരുന്നില്ലേ? അണക്ക് എൻ്റെ സാധനമല്ലേ ഇത്, ഞാനല്ല ഇത് സുഭാഷ് ചേട്ടൻ ഉണ്ടാക്കിയ സാധനമാണ്. പക്ഷേ ഇതെന്താണ് ഞാൻ ചവിട്ടണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മെത്തേഡും ഇതിൻ്റെ സ്ട്രെങ്ത്തും എനിക്ക് അത്രയും അറിയാവുന്നതുകൊണ്ട്. കാരണം കോൺക്രീറ്റിലാണ് ഈ ചുമരുണ്ടായിരിക്കുന്നത്. നിങ്ങൾ ചവിട്ടല്ല ഒരു ആന വന്നിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി കഴിഞ്ഞാൽ ആനയുടെ കൊമ്പ് പോകുന്നല്ലാണ്ടേ ചുമര് പൊളിക്കാൻ ആനയെ കൊണ്ടും കൂടി ചിലപ്പോൾ സാധിച്ചൊന്നും എനിക്കറിയില്ല അല്ലേ? മറ്റേതാണെങ്കിൽ സാധാ വീട്ടിലിപ്പോൾ മറ്റേ ഇവിടുന്ന് കട്ടപ്പാടി നിന്നൊക്കെ വിളിക്കലുണ്ടേ. ആനയുടെ പ്രശ്നമുണ്ട്, വന്നു കഴിഞ്ഞാൽ തട്ടിക്കഴിഞ്ഞാൽ ചുമര് പോകും. ഇത് മൊത്തം കൂട്ടിപ്പിടുത്താണല്ലോ, കമ്പി മൊത്തത്തിൽ കൂട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ. ഇതൊരു ബോക്സാണ്. ഇവിടെ ഇത് ഒലിച്ചു പോവുകയാണെങ്കിൽ ഇത് മൊത്തം ഒരു ബോട്ട് പോകണം, അല്ലാണ്ട് നടക്കൂല. അപ്പോൾ എങ്ങനെയാണ് ബാക്കിയെല്ലാം വീടിൻ്റെ എല്ലാം ഇതൊന്ന് കാണിച്ചു കൊടുക്കും. ഇവിടുത്തെ ഇതൊരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം. ഇത് പിന്നെ ജനൽ മൂപ്പര് ഇതിലല്ലേ വെക്കണത്, ഫാബ്രിക്കേഷനിലുള്ള ജനലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളതിൽ ചെയ്യുന്ന ആൾക്കാരും UPVCയിലൊക്കെ ചില ആൾക്കാർ വെക്കാറുണ്ട്. ഇതായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം. നല്ല സ്പേസ് ഉണ്ട്. അന്ന് വന്നപ്പോൾ ഇവിടെ നിന്ന് നിലം കോൺക്രീറ്റിങ് ചെയ്തായിരുന്നില്ല? ഇത് കുറച്ച് എങ്ങനെ ആയിട്ട് ചെയ്യാം അല്ലേ? ഇത് ചെയ്തായിരുന്നു അല്ലേ? കോൺക്രീറ്റ് കൂട്ടാനും ഇതിനൊക്കെ. ഇതിൽ ബാത്റൂം ഇല്ല അല്ലേ? ഇവിടെ ഒരു ബാത്റൂം വരും. ഇത് ഭാവിയിൽ കോണി കൊടുക്കണ്ടോ? സ്റ്റെയർകേസിൻ്റെ അടിയിലൊരു ബാത്റൂമോ? കിച്ചണും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇവിടെ നോക്കാം, കിച്ചണും നല്ല വലുപ്പമുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഇതൊക്കെ ഈ 700 സ്ക്വയർ ഫീറ്റിൽ ചുമരിൻ്റെ വണ്ണം 6 ഇഞ്ചായിട്ട് ആൾ കൊടുത്തിരിക്കുന്നത്. ഞാൻ ചെയ്യണ ഓരോ വീടിൻ്റെ ഹാള് മാത്രം വരുന്നുണ്ട് 825-700 സ്ക്വയർ ഫീറ്റ്. പിന്നെ ഇങ്ങോട്ട് വരും, ഇനി ഇവിടുത്തെ കാര്യം പറഞ്ഞേ, ഇതും കൂടി ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കി. ഇതിപ്പോൾ എന്തിനാണ് ഞങ്ങൾ ഇവിടെ കട്ട് ചെയ്തത്? അതിവിടെ ഒരു സിങ്ക് വെക്കാൻ പറ്റിയ പുറത്തേക്ക് സ്ലാബ് അടിച്ചിട്ട് സിങ്ക് വെക്കാൻ കൂടുതലാണ്. അപ്പോൾ ഈ വരയ്ക്ക് കട്ട് ചെയ്യണം. എങ്ങനെയുണ്ട് കട്ട് ചെയ്യാൻ? ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാനവിടെ വയറിങ്ങാരെടുത്തിട്ടുണ്ടായിരുന്നു, കട്ടർ.
അത് കൊണ്ടത് തെച്ചിട്ട് പൊളിയണില്ല. അതോ അല്ല ഇതിപ്പോൾ നമ്മൾ ചെങ്കല്ലിലോ അല്ലെങ്കിൽ ബ്രിക്സിലോ ഇതിപ്പോൾ ചെങ്കല്ലിലോ അല്ലെങ്കിൽ ബ്രിക്സിലോ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു 6 ഇഞ്ച് എടുത്ത് കളയാൻ എത്ര സുഖമാണ്. സിമ്പിളായിട്ട് ചെയ്യാം. കല്ല് ഒന്നിട്ട് പുഴയ്ക്കാൻ പോരില്ലേ? ഇത് നിങ്ങൾക്ക് പോരുന്നുണ്ടോ? അതന്നെയാണ് ഈ വീടിൻ്റെ ഉറപ്പ്. ഇത് കോൺക്രീറ്റ് ചെയ്യുക, അത് 3/4 ഇഞ്ച് ബോളറിൽ നമ്മളിത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളിപ്പോൾ ആൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫീൽഡിലുള്ള ആളാകൊണ്ട് പിന്നെ ഇതിൻ്റെ സിമെൻറ്റിൻ്റെ കൂട്ടിൻ്റെ കാര്യമൊന്നും ആളോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സാധാരണ കോൺക്രീറ്റിൻ്റെ കൂട്ടനല്ലേ ഇതിന് കൂട്ടിരിക്കണം M20. അപ്പോൾ പിന്നെ ആൾക്ക് അത് നേരെ മറിച്ചിട്ട് ഇതിൽ പിന്നെ കോൺക്രീറ്റിൽ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ കള്ളത്തരം ചെയ്യാൻ പറ്റില്ല. അതായത് കറക്റ്റായിട്ട് കൂട്ടണം. അപ്പോൾ ഈ ബ്രിക്സ് ഉണ്ടാക്കണതിൻ്റെ സത്യം പറഞ്ഞ റേഷ്യോ എന്താണെന്ന് എനിക്കും കൂടി അറിയില്ല. അതായത് എത്ര ചട്ടി സിമെൻറ്റിന് എത്ര മണലിടണമെന്നോ അതിലെത്ര ബേബി മെറ്റൽ ഇടണമെന്നുള്ളത് എനിക്കറിയില്ല. 6 ചട്ടി പിന്നെ പൂഴിക്ക് 1 ചട്ടി സിമെൻറ്റ്, 6 ചട്ടി ബേബി മെറ്റൽ ഇടും. 6 ചട്ടി 6 കൊട്ട പൂഴി, അതിൽ 1 ചട്ടി സിമെൻറ്റ്. 6 കൊട്ട പൂഴിയാണ്, ചട്ടിയല്ല 6 കൊട്ട പൂഴി, അതിൽ 1 ചട്ടി സിമെൻറ്റ്, ഒരു 6 കൊട്ട ബേബി മെറ്റലോട്ട് മിക്സ് ആക്കിയിട്ടാണ് അതിലാണ് ബ്രിക്സ് ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ റേഷ്യോ എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല അതിൻ്റെ എത്ര റേഷ്യോ. അപ്പോൾ നിങ്ങൾ എന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി അതിൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ചെയ്യൽ? ഇതിനിപ്പോൾ നിങ്ങളെങ്ങനെ കൂട്ടിയത് കോൺക്രീറ്റിന്? പിന്നെ 10 ചട്ടി പൂഴിക്ക് 1 ചാക്ക് സിമെൻറ്റ്, അതായത് 4 കൊട്ട 4.5 കൊട്ട 1 ചാക്ക് സിമെൻറ്റ് ഇട്ടിട്ട് ഇത്രയും. അതായത് ഇതാണ് കേട്ടോ ബ്രിക്സ്. ഈ ബ്രിക്സിൻ്റെ മിക്സാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. അല്ല ഇതാ ഇത് കാണിച്ചു കൊടുക്ക് ആൾക്കാർക്ക്. ഇനി കൺഫ്യൂഷൻ വേണ്ട. ഇത് ഇങ്ങനെ വെച്ചിട്ടാണ് ഇപ്പോൾ പഠിക്കണത് അല്ലേ? ഈ ബ്രിക്സും ഇതായിട്ട് എത്ര ഇഞ്ചിൻ്റെ വ്യത്യാസമുള്ള? 1.5 ഇഞ്ച് അല്ലേ? 2 ഇഞ്ച്. ഇത് 8 അല്ലേ? ഇത്രയും വണ്ണത്തിലാണ് ആൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഏത് ഈ നടുക്കത്തെയും ഫ്രണ്ടത്തെ ചുമരും. ഇതിൻ്റെ റേഷ്യോ ആണ് ഇപ്പോൾ ആൾ നേരത്തെ പറഞ്ഞത്. എനിക്കറിയണ്ടല്ല. 1 ചട്ടി സിമെൻറ്റിൽ ചട്ടിയാവാനാ സാധ്യത. കാരണം കൊട്ടയാണെന്നുണ്ടെങ്കിലേ അതിൽ പിന്നെ ഒന്നും ഉണ്ടായിരിക്കില്ല, പൊടിയത്. അതെന്താ കഴിഞ്ഞാൽ 6 ചട്ടി ബേബി മെറ്റൽ, 6 ചട്ടി ഇതുമായിരിക്കും. അങ്ങനെയാവും. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓളോ ബ്രിക്സിൻ്റെ അടുക്കുന്ന ആൾക്കാർ വന്നിട്ട് നമ്മളെ തെറി വിളിക്കും. കാരണം നമ്മളാരും കുറ്റം പറയാനല്ലോ കേട്ടോ. ഞാൻ ഓളോ ബ്രിക്സിൻ്റെ ആൾക്കാരെ കുറ്റമല്ല കേട്ടോ പറഞ്ഞത്. ഈ ബ്രിക്സിനേക്കാളും സ്ട്രോങ് കൂടുതൽ ഈ കോൺക്രീറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ അവകാശവാദം. അല്ലാണ്ട് അതിൽ ബ്രിക്സ് ഉണ്ടാക്കുന്ന ആൾക്കാർ മോശമെന്നല്ല പറയണത്. നമ്മളെ പറഞ്ഞത് അതിൻ്റെ ക്വാളിറ്റീൻ്റെ വ്യത്യാസമാണ് പറയണത്. എപ്പോഴാണ് വരണ്ടേ ഇങ്ങോട്ട്? ഈ മെയിൻ സ്ലാബിൻ്റെ ഉയരാക്കിയിട്ട് മെയിൻ സ്ലാബിൻ്റെ ഉയരാക്കിയിട്ടല്ല, ഇനി ഞങ്ങൾ മെയിൻ വാർപ്പിന് വരാം. അപ്പം അന്നൊരു ബിരിയാണി ഉണ്ടാവുമല്ലോ. നിങ്ങളെ വീട്ടുകാരെയൊന്നും കണ്ടിട്ടില്ലല്ലോ? വീട്ടുകാരോടെ ചായ റെഡിയാക്കി. ഓക്കെ, ഞാൻ 2 പ്രാവശ്യമായി വരണേ. ഈ ഇവിടെ ആൾക്ക് ഒരാൾ സ്വന്തം ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കില്ലേ കോൺക്രീറ്റ് വീട് കൊണ്ട് ബെനിഫിറ്റ് എന്താണെന്ന്. ഇതൊക്കെയാണ് ബെനിഫിറ്റ്. ഇത് കണ്ടോ, ഈ ഫിനിഷിങ് ഉണ്ടായിരിക്കും. ആൾ സാധാരണക്കാരനാ. നമുക്ക് മറ്റേ അലാക്കിൻ്റെ ലുക്കിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നിങ്ങൾ തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ പ്രൈമർ നിങ്ങൾ തന്നെ അടിക്കല്ലേ? കണ്ടോ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ വീട്, അതായത് ഇപ്പോൾ ഓൾറെഡി ഒരു സിമെൻറ്റിൻ്റെ കളറ് ഈ പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫിനിഷായി. അത്രേ ആവശ്യമുള്ളൂ. സാധാരണ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക്, പൈസ ഉള്ള ആൾക്കാർക്ക് എന്തും ചെയ്യാം. അതായത് ഇനിയിപ്പോൾ ഇതുമ്പോൾ തന്നെ ഇതാണ് നമ്മളെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത. സാധാരണക്കാരന് ഇങ്ങനെ താമസിക്കാം. പൈസ ഉള്ളവന് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ജിപ്സം പൊട്ടിയിടാം, അതല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് പൊട്ടിയിടാം. അതുമല്ല ഇതിൻ്റെ മുകളിൽ ഡിസൈൻ വർക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്കനുസരിച്ച് നിങ്ങൾക്കും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ പ്രൈമർ അടിച്ചിടണോ? നിങ്ങളൊരു 5 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങളടുത്ത് കുറച്ചും കൂടി പൈസ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്തുകൂടെ? ഇപ്പോൾ ഞാനൊരു നിസ്സാരമേ ഉള്ളൂ. ആ രീതിയിൽ നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് കയറി താമസിക്കാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ വാർപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രൈമർ അടിച്ച് ഞങ്ങൾക്ക് കയറി താമസിക്കാം. തീർച്ചയായിട്ടും അതാണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഓക്കെ, ഇനി എന്തായി കഴിഞ്ഞാലും ഞങ്ങൾ മെയിൻ സ്ലാബ് ആകുമ്പോൾ ഇനി 2 വട്ടം കൂടി വരും. ഒന്ന് മെയിൻ സ്ലാബിനും വരും, ഒന്ന് പിന്നെ ഹൗസ് വാമിങ്ങിനും വരും. എന്നാൽ ഓക്കെ.